ഇപ്പൊ എല്ലാം ഫേസ്ബുക്കും സംഭവങ്ങളൊക്കെയാണ് കൂടുതലും. പിന്നെ ഈ പറഞ്ഞ പോലെ സെൽഫീസ് ആണ് കൂടുതൽ. അപ്പൊ അതിന്റെ ഇടയിൽ ആൾക്കാർ ഓട്ടോഗ്രാഫി വയ്ക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പൊ ഈ അടുത്ത് എവിടെയോ പോയപ്പോൾ ഒരു പയ്യൻ, എനിക്ക് 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യനാണെന്ന് തോന്നുന്നു, ഒന്ന് ഒരു ഓട്ടോഗ്രാഫ് ആയിരിക്കും വെച്ചു. ഫോട്ടോ എടുത്തു. ഇല്ല, ഫോട്ടോ വേണ്ട, ഓട്ടോഗ്രാഫ് മതി. പേരൊക്കെ ചോദിച്ചു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഓട്ടോഗ്രാഫ് ഒക്കെ കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒരു രസമുള്ള കാര്യങ്ങളാണ്. അപ്പം ഇപ്പം കൂടുതലും സോഷ്യൽ മീഡിയ നെറ്റ് പ്ലാറ്റ്ഫോം അതുവരെയുള്ള വിഷസും ഇന്ററാക്ഷൻസും കൂടുതലും. മറുപടിയൊക്കെ അയക്കോ ഈ അയക്കുന്ന മെസ്സേജസിനൊക്കെ? അയ്യോ, എല്ലാത്തിനും ഇല്ല, എല്ലാവർക്കും കൂടെ ഒരു മെസ്സേജ്, ഒരു റിപ്ലൈ അങ്ങനെയൊക്കെ അയക്കാറുണ്ട്. അല്ലല്ല, ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെക്കാറൊന്നുമില്ല. അതൊക്കെ റിയൽ ടൈം റിയൽ വേർഡിങ്സ് അത്രേ ഉള്ളൂ, അല്ലാതെ ഇതിനു വേണ്ടി സെറ്റ് ചെയ്ത് അങ്ങനെയൊന്നുമില്ല. അതുപോലെ ഒരു കാലത്തെ സന്തോഷമാണ് നമ്മൾ ഈ നാട്ടുപുറത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലേ ഈ കടയുടെ ഷട്ടറിലൊക്കെ നമ്മുടെ മുഖം ഉണ്ടാവും, പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ കുറെ കണ്ടിട്ടുണ്ടോ? അത് പണ്ട് ചാലക്കുടിക്ക് പോകുന്ന വഴിയിലാന്ന്, കറുകുറ്റി ആ ഭാഗത്ത് ഒരു ദിവസം ഇങ്ങനെ പാസ് ചെയ്ത് പോയപ്പോൾ എൻ്റെ ഒരു മതിലേല് എൻ്റെ ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ചിത്രം, മഴവില്ല് എന്ന സിനിമയുടെ സമയത്തേക്കാണ്. ഭയങ്കര എന്നെക്കാളും ഗ്ലാമർ ആയിട്ടുള്ള, സിനിമയിൽ നമ്മൾ കാണുന്നതിനേക്കാളും സൗന്ദര്യമുള്ള ഒരു കുഞ്ചാക്കോബോന്റെ മുഖം കണ്ടേ. കൊള്ളാലോ, നമ്മൾ നോക്കി എന്താണ് സംഭവം എന്ന് നോക്കിയപ്പോൾ നല്ല ഇനം ഇഷ്ടികകൾക്കും കട്ടിളയ്ക്കും സമീപിക്കാതെ അപ്പൊ ചവിട്ടി നിർത്തി ആ ഭിത്തിയും കിടിച്ച് പൊളിച്ചാലോ എന്ന് ആലോചിച്ചത്. പിന്നെ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ബന്ധമില്ലാത്ത അങ്ങനെ, പിന്നെ കുറെ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഫോട്ടോ സ്റ്റുഡിയോസ് അങ്ങനെയൊക്കെ കൂടുതലും കണ്ടിട്ടുള്ളത്. എൻഡോഴ്സ് ചെയ്യാനായിട്ടോ ഞാനങ്ങനെ പരസ്യമൊന്നും കണ്ടിട്ടില്ല. പരസ്യമൊന്നും ചെയ്യൂലേ? വളരെ ചുരുക്കമേ ചെയ്തിട്ടുള്ളൂ. എനിക്കറിയില്ല, ചിലപ്പോ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കച്ചവടം വളരെയധികം കൂടിയാലോ, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അത്രയും നന്നായിരുന്നു എനിക്കിഷ്ടമല്ല.